നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സജീവമാക്കാൻ ഷാഫി പറമ്പിലിന്റെ നീക്കം. രാഹുൽ മാറി നിന്നാൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. പാലക്കാട് എ ഗ്രൂപ്പ് യോഗം ചേർന്നു. സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും പരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കും. കൂത്താട്ടുകുളം നഗരസഭ UDFന് തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ 12-നെതിരെ 13 വോട്ടിന് തോൽപ്പിച്ച് കലാരാജു അധ്യക്ഷയായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പരസ്യ പ്രതിഷേധവുമായി പരാതിക്കാരി. യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി DMO ഓഫീസിലെത്തി കുടുംബം. കന്റോൺമെന്റ് പോലീസ് സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ അധികൃതരുടെ പരിശോധന. 9ാം വളവിൽ ജാഗ്രതാ നിർദ്ദേശം. ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടും. മഴ ശക്തമായാൽ വാഹന ഗതാഗതം അനുവദിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം ഉന്നതതല യോഗം. സംസ്ഥാനത്ത് മധ്യ കേരളത്തിലും വടക്കൻ മേഖലയിലും ശക്തമായ മഴ മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ ദുരൂഹത. ഡ്രൈവറായ റഹീസിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സുഹൃത്തിനും പങ്ക്. റഹീസിനെ വിളിച്ചു വരുത്തിയത് യുവതി. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് സൂചന. പുന്നമടക്കായലിലെ ഓളപ്പരപ്പിലെ ആവേശത്തിന് ഒരു നാൾ. നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. മത്സരത്തിന് 21 ചുണ്ടനും വനിതകൾ തുഴയുന്ന 6 വള്ളങ്ങളും അടക്കം 75 കളിവള്ളങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ 2 ദിവസത്തെ സന്ദർശനത്തിൽ വ്യാപാര സഹകരണവും ചർച്ചയാകും. ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയെന്ന് നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും പ്രധാനമന്ത്രി. ഞായറാഴ്ച മോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലെത്തും. വിശദമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഷാഫി പറമ്പിലിന്റെ നീക്കം. രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നതായി റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു യോഗത്തിലെ ചർച്ച. മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്ന് യോഗം വിലയിരുത്തി. ഇന്നലെയാണ് യോഗം ചേർന്നത്. അതേസമയം സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് എത്തിയതെന്നും ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, പാർട്ടി സസ്പെൻഡ് ചെയ്തെങ്കിലും പാലക്കാട് MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം അടൂരിലെ വീട്ടിൽ തന്നെയാണ്. പക്ഷേ മണ്ഡലത്തിൽ MLA സജീവമായില്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതും പ്രതിസന്ധിയാണ്. ആ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുക? അമ്പിളി, തീർച്ചയായും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് വൃത്തങ്ങൾക്കുള്ളത്. അതായത് പ്രത്യേകിച്ച് ഷാഫി മാങ്കൂട്ടത്തിൽ. ഇനി തെരഞ്ഞെടുപ്പ് സമയമാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനുമായി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ വേളയിൽ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ്, ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു വ്യക്തി. അതിനപ്പുറത്തേക്ക് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലൊരു MLA പാലക്കാട് പോലും പുറത്തിറക്കാൻ പറ്റാത്ത, പാലക്കാടിനപ്പുറത്തേക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോലും അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ചേ മതിയാകൂ. അധിക നാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ നേതാവിന്റെ ഭാവി എന്താകും എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇതൊരു വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ ഇപ്പോഴും ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എത്ര കാലത്തേക്ക് എന്നത് പാർട്ടി ഇപ്പോഴും പറയുന്നുമില്ല. പക്ഷേ പാർട്ടി ഫോറങ്ങളിലൊന്നും ഔദ്യോഗിക കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഒരിടത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷൻ നിൽക്കുന്നിടത്തോളം കാലം പങ്കെടുക്കാനും കഴിയുകയില്ല. പക്ഷേ ഇത് തുടരുകയാണെങ്കിൽ ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് പൊതുവെ ഒരു ചെറിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഷാഫി മാങ്കൂട്ടത്തിനുള്ളത്. ഇതിന്റെ ഭാഗമായി ആദ്യം പാലക്കാട് തന്നെ കൊണ്ടുവരിക. കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരിക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. രാഹുൽ പാലക്കാട് കാലുകുത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാനായി അല്ലെങ്കിൽ പ്രതിഷേധിക്കാനായി CPM-ഉം BJP-യും കച്ചകെട്ടി രംഗത്തുണ്ട്. ഈ വെല്ലുവിളികൾ, ഈ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് അവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൌത്യമാണ്. ആ ദൌത്യം ഏറ്റെടുക്കാൻ തന്നെയാണ് ഷാഫി ഇപ്പോൾ
തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് KPCC സെക്രട്ടറി ആയിരിക്കുന്ന C. ചന്ദ്രന്റെ വീട്ടിൽ രഹസ്യമായ ഒരു യോഗം ഇത് സംബന്ധിച്ച് കൂടിയാലോചന നടന്നത്. പക്ഷെ അത് ആ രീതിയിലൊരു കൂടിയാലോചന അല്ല, അത്തരത്തിലൊരു രഹസ്യയോഗം ചേർന്നിട്ടില്ല, ഐ ഗ്രൂപ്പിന്റെ യോഗമൊന്നും ചേർന്നിട്ടില്ല എന്ന് ഷാഫി പറയുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിച്ച ആ വെല്ലുവിളി ഏറ്റെടുക്കുക, അങ്ങനെ പതിയെ രാഹുൽ മാങ്കൂട്ടത്തുമായി ചേർന്ന് നിൽക്കുന്ന ഈ അപവാദങ്ങൾ, ഈ ആരോപണങ്ങൾക്കുമൊക്കെ ഒരു മറ സൃഷ്ടിക്കുക, അങ്ങനെ പതുക്കെ ഇതിനെ പിന്നിലോട്ട് കൊണ്ടുപോകുക, ഒരു മറ സൃഷ്ടിച്ച് ഇതിനെ പിന്നിലോട്ട് കൊണ്ടുപോകുക, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും സജീവമാക്കി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരിക, ഈ ഒരു ലക്ഷ്യമാണ് ഷാഫി മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ രീതിയിലൊരു നീക്കം നടക്കുന്നത്. അമ്പിളി. ശരി, ആൻഫ്ലി ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ TV തൃശൂർ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഓഫീസിൽ കരിയോയിൽ ഒഴിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ചാനലിലെ മുൻ ജീവനക്കാരിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ആരോപണത്തിന് പിന്നാലെയാണ് പ്രതിഷേധം. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി CPM വിമത കലാരാജുവിനെ തെരഞ്ഞെടുത്തു. കലാരാജുവിനെതിരെ മുദ്രാവാക്യവുമായി LDF പ്രവർത്തകർ. കലാരാജു പാർട്ടിയെ ഒറ്റുകൊടുത്തുവെന്ന് ആരോപണം. കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരുന്നു. കിരൺകുമാർ, കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കലാരാജു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമ്പിളി, നേരത്തെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെ തുടർന്നാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും ചെയർപേഴ്സണെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. നേരത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വിജയ ശിവന് എതിരായിട്ടാണ് LDFിലെ തന്നെ വിമതയായി മത്സരിച്ച, പിന്നീട് UDFിൽ ചേർന്ന കലാരാജു മത്സരിക്കുകയും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഇവർ ജയിച്ചിരിക്കുന്നത്. വിജയ ശിവന് 12 വോട്ടും കലാരാജുവിന് 13 വോട്ടുകളുമാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നഗരസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സാവുകയും LDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ UDF ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും പിന്നീട് LDF ഇതിനെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ CPM വിമതയായിരുന്ന കലാരാജുവിന് അന്ന് പരിക്കേൽക്കുകയും കലാരാജുവിനെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കലാരാജു പിന്നീട് UDFന്റെ ഭാഗമാവുകയും CPMനെ വിമതയായി മത്സരിക്കുകയും ചെയ്തത്. ഏതായാലും LDFന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമ്പിളി. ശരി, കലാരാജു കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ 13 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പരാതിക്കാരി സുമയുടെ മൊഴി രേഖപ്പെടുത്തി. സഹോദരന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് മൊഴിയെടുത്തത്. DMO ഓഫീസിന് മുന്നിൽ കുടുംബം പ്രതിഷേധിക്കും. വിവരങ്ങളുമായി ആൻഫ്ലി ഡിസൂസ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ആൻഫ്ലിറ്റ്, വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ നിയമ നടപടികളുമായി ഒക്കെ മുന്നോട്ട് പോകുമെന്നാണ് സുമയ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ സഹോദരന്റെ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് മൊഴിയെടുത്തത്. ഇവർ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും, അതായത് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ തന്നെയാണ് സുമയ്യയും കുടുംബവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ്. ഈ 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവമാണ്. പക്ഷേ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്ന് പരിശോധിച്ചപ്പോൾ വളരെ ഗുരുതരമായൊരു വീഴ്ച, സർജറി സമയത്ത് വളരെ ഗുരുതരമായൊരു വീഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ, അത് വളരെ സീനിയർ കൺസൾട്ടന്റാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഡോക്ടർ രാജീവ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു തിരിച്ചറിയുകയും ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പരാതിയുടെ ഭാഗമായാണ് ഇപ്പോൾ സുമയ്യ ഇവിടെ നേരിട്ട് മൊഴിയെടുക്കാൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി. 11 മണിയോടെ ഇവിടെ എത്തി. ഇപ്പോൾ 1 മണിയായിട്ട് പോലും മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ ഇവിടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം DMO ഓഫീസിൽ പ്രതിഷേധിക്കുമെന്നാണ് സുമയ്യയും കുടുംബം അറിയിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഡോക്ടർ രാജീവ് കുമാർ നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതേസമയം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി അല്പം മുമ്പാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഉടനെ തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി അല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഈ വിഷയം വലിയ രീതിയിൽ തന്നെ വിവാദമാകുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തൊരു വിഷയമാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ ആശുപത്രിയിലെ വളരെ സീനിയറായ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. അതായത് സർജറി സമയത്ത് ആ വയറ് നെഞ്ചിൽ കുടുങ്ങി 2 വർഷത്തിനിപ്പുറത്തേക്കും അത് മാറിയില്ല. അത് മാറ്റാൻ കഴിയാത്ത രീതിയിൽ അത് രക്തധമനികളുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ശ്രീചിത്ര ആശുപത്രിയിലെ ഡോക്ടർമാർ വിലയിരുത്തി അതിന് പുറത്തെടുക്കുക അല്ലെങ്കിൽ മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യാനാവുകയില്ല എന്നും ആ വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സുമയ്യയും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം മൊഴി രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശനമായ കടുത്ത നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ആംപിടി. ശരി, ആൻഫ്ലി ഡിസൂസയാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തകളിലേക്ക് വന്നാൽ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണെന്നും മഴ മാറിയതിനു ശേഷമേ സംരക്ഷണ ഭിത്തി അടക്കം നിർമ്മിക്കാൻ സാധിക്കൂ എന്നും സ്ഥലം സന്ദർശിച്ച കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ചെറുവാഹനങ്ങൾക്ക് നിലവിൽ ഗതാഗത അനുമതി ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴ വളരെ ശക്തമായിട്ട് മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പബ്ലിക് സേഫ്റ്റി അനുസരിച്ച് നമുക്ക് അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു വേറെ റീസൺ അല്ല, ഓൺലി ത്രെറ്റ് ആണ്. കാരണം ചില സമയത്ത് നമുക്ക് 26 രാത്രി ഈ പ്രശ്നമുണ്ടായി. താമരശ്ശേരി ചുരത്തിലൂടെ ഭാരമേറിയ വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗതാഗത നിയന്ത്രണം തുടരുന്ന താമരശ്ശേരി ചുരത്തിൽ നിലവിൽ ചെറിയ വാഹനങ്ങൾക്ക് യാത്രാ അനുമതി നൽകുന്നുണ്ട്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള ട്രക്ക് വാഹനങ്ങൾക്ക് നിലവിൽ യാത്രാ അനുമതിയില്ല. അല്പസമയം മുമ്പ് ഏതായാലും കോഴിക്കോട് ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി അതോടൊപ്പം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഈ യോഗത്തിന് ശേഷം മാത്രമേ മറ്റു ഭാരമേറിയ വാഹനങ്ങൾക്ക് ഇതുവഴി പ്രവേശനം നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ. ഏതായാലും ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. പക്ഷേ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ അനുമതിയുള്ള ചെറിയ വാഹനങ്ങൾക്കും യാത്രാ അനുമതി നൽകില്ലെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു വിദഗ്ധ സമിതിയുടെ പഠനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ മണ്ണിടിച്ചിലും അതോടൊപ്പം കല്ലുകളും എല്ലാം തന്നെ റോഡിലേക്ക് അടർന്നു വീണത്. ഇതുകൊണ്ട് തന്നെയാണ് ഗതാഗതം നിയന്ത്രിക്കണമെന്നൊരു ആവശ്യം ശക്തമായത്. ഏതായാലും ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കി ഇപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് നിലവിൽ യാത്രാ അനുമതി നൽകിയിട്ടുണ്ട്. KSRTC അടക്കമുള്ള ബസ്സുകൾക്ക് നിലവിൽ അനുമതി നൽകിയിട്ടില്ല. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിന് ശേഷം അത്തരത്തിൽ അനുമതി ഉണ്ടാകും. ഏതായാലും ഇന്ന് ഒരു വിദഗ്ധ സമിതിയുടെ ഒരു പഠന റിപ്പോർട്ടും ഇതിന് പഠന വിധേയമാകേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളിലേക്ക് യാത്ര വീണ്ടും സജ്ജമാക്കും എന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് രാവിലെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലം അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചത്. ഏതായാലും ഇപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ യാത്ര അനുമതി നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിന് ശേഷം അന്തിമമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിലും മാറ്റം വന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ ധനമന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ചേരുന്നു. കർണാടക ഭവനിലാണ് യോഗം. GST ഇളവ് സംബന്ധിച്ച നയപരമായ തീരുമാനത്തിൽ ഏകോപനമുണ്ടാക്കാനാണ് യോഗം. കേരളം, കർണാടക, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. GST ഇളവ് വരുത്തുമ്പോഴും ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും നേട്ടമുണ്ടാക്കുന്നത് കമ്പനികളാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ വരുമാനം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഈ ടാക്സിൻ്റെ പുതിയ സമ്പ്രദായങ്ങൾ GST വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ വലിയ നഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്നത് എങ്ങനെ പരിഹരിക്കും? ടാക്സിൻ്റെ ഇളവ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കിട്ടണം. അത് കിട്ടാതെ അത് കമ്പനികൾ എടുക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, കൺസേൺ ഉണ്ട്. വലിയ തോതിലുള്ള വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. ഭാരതത്തിന്റെ ആധ്യാത്മിക ശബ്ദമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തിന് ഇന്നേക്ക് 25 വർഷം. 2000 ഓഗസ്റ്റ് 29-നാണ് കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും വിശ്വശാന്തിയുടെയും ശബ്ദം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയത്. അമ്മയല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും ആരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന സഹസ്രാബ്ദ ലോകസമാധാനാത്മീയ ഉച്ചകോടിയിലാണ് അമ്മ മലയാളത്തിൽ സംസാരിച്ചത്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെയും ശാന്തിമന്ത്രമാണ് അന്ന് ലോകജനത ശ്രദ്ധാപൂർവം ശ്രവിച്ചത്. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തിയും എത്ര കണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷയം മറ്റേത് വിഷയത്തെക്കാളും ഭാരമാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കണം.
മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം നിഷ്കൃഷ്ടമായ സംസ്കാരത്തിൽ പെടുവാൻ സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് ഒരു അപമാനമാണ്. അതുകൊണ്ട് ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. പ്രേമമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും പൂർണ്ണതയും. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രഭരണത്തിൽ കൂടി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ യുദ്ധങ്ങളിലുണ്ടായ മുറിവുണക്കാൻ സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. നമ്മൾ കഴിഞ്ഞാല മുറിവുകളും തകർന്ന മാനുഷ്യബന്ധങ്ങളെ സ്നേഹനൂലാ തുന്നിച്ചേർത്ത് അറിവിലുപരി അവർ ഏകത്വത്തെപ്പറ്റി ബോധം ഉണ്ടാകണം. വെറും 3 മിനിറ്റ് മാത്രം നീണ്ട ഒരു പ്രസംഗത്തിന്റെ അഭിസംബോധനയിലൂടെ ഭാരത സംസ്കാരത്തിന്റെ മഹിമ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സ്വാമി വിവേകാനന്ദനെ പോലെ ലോകത്തിലെ പ്രസിദ്ധരായ വാഗ്മികളെല്ലാം അണിനിരന്ന വേദിയിൽ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകതയും പ്രകൃതിയുടെ പരിരക്ഷയും മതങ്ങളുടെ സമത്വവും വിഷയമാക്കി അമ്മ നടത്തിയ പ്രഭാഷണത്തിന്റെ കാതൽ പ്രമേയമായി സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. അസതോമാ സദ്ഗമയ എന്ന മന്ത്രത്തിൽ തുടങ്ങി ലോകത്തിന് മുഴുവൻ സുഖം പകരട്ടെ എന്നർത്ഥം വരുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെയാണ് അമ്മ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന സ്വരമാണ് അന്ന് ലോകത്തിനു മുമ്പിൽ മുഴങ്ങിയത്. ഇന്നിപ്പോൾ ആ ശുഭദിനത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ലോകത്തെ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയുണ്ട്. അമ്മയല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും ആരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന വലിയ വസ്തുത. ന്യൂസ് ഡെസ്ക് അമൃത TV. ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നാളെ പുന്നമട കായലിൽ നടക്കും. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ കായൽ പരപ്പിൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അത് കാണികൾക്കും ആവേശമാകും. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ഉള്ളത് 21 വള്ളങ്ങൾ. 11 മണിയോടെ ആരംഭിക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം. ഉച്ച കഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ആദ്യ 4 ഹീറ്റ്സുകളിൽ 4 വീതം വള്ളങ്ങളും 5-ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും 6-ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് മത്സരിക്കുക. മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന 4 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനിറങ്ങുക. ചെറുവള്ളങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. സമയക്രമം പൊതുജനത്തിന് കാണാനാകും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. നമ്മൾ ഈ പ്രാവശ്യം പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ്, കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ പ്രചാരണം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കർശനമായ സുരക്ഷാ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശനമായ നിയന്ത്രണം ഉറപ്പുവരുന്നതാണ്. ടൈമേഴ്സ് കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച് 1, 2, 3 സമയക്രമം കൃത്യമായി പൊതുജനം കാണും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. വള്ളങ്ങളുടെ സമയക്രമം ഇനി മുതൽ മിനിറ്റിനും സെക്കൻഡിനും ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തും. 1-ലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്തിട്ടുള്ളതായി കണ്ടാൽ നറുക്കെടുപ്പിലൂടെ വിജയം നിശ്ചയിക്കും. 6 മാസം വീതം നെഹ്റു ട്രോഫി കൈവശം വയ്ക്കാനായി തീരുമാനമെടുക്കുവാൻ ആദ്യ 6 മാസം ആർക്കെന്നത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. പുന്നമട എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം, ഈ വർഷത്തെ ജലരാജാവാര്. ഇനി അവശേഷിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രമാണ്. പുന്നമടയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ച രോഗി സുമയ്യ മാധ്യമങ്ങളെ കാണുകയാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുകൊണ്ടാണ്. പിന്നെ കൂടുതൽ ഡോക്ടർ ഇപ്പോഴും, അതുപോലെ ഡോക്ടർ മാത്രമല്ല, ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കിടക്കുന്നതിൽ, അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോഗ്യവകുപ്പായാലും സർക്കാർ നിസ്സാരം പോലെ കണ്ടാലും
നമ്മുടെ കുടുംബമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് നിസ്സാരം പോലെ കാണാൻ നമ്മൾ കാണുന്നില്ല. ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് സുമയ്യക്ക് എന്ന് നീതി കിട്ടും അതുവരെയും ഇത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇന്നലെ ആരോഗ്യവകുപ്പ് ഒരു വിശദീകരണ കുറിപ്പിറക്കിയിരുന്നു. അതിൽ പറയുന്നത് പരാതി ഇല്ലാതെ തന്നെ ഒരു വിദഗ്ധ സമിതിയെ ആ ഘട്ടത്തിൽ രൂപീകരിച്ചിരുന്നു. ആ വിദഗ്ധ സമിതി പലതവണ ചേർന്നു, അങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ്. ഈ വിദഗ്ധ സമിതിയെ പറ്റി അതായത് ഈ വിദഗ്ധർ ഉൾപ്പെട്ടൊരു സമിതി ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചിരുന്നു? ഇത് 2 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ്, അതായത് ഈ ചികിത്സയ്ക്ക് എല്ലാവിധ മുന്നോട്ട് കൊണ്ടുവന്ന അമ്മയും മകളും മാത്രമാണ്. അല്ലാതെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഈ അമ്മയും മകൾ ഒരു ബന്ധു എന്ന നിലയ്ക്ക് എന്റെ 2 മാസം മുമ്പാണ് ഈ സംഗതി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞത് ഈ വിദഗ്ധ സമിതിയുമായി ഇരുന്നു. അത് പല പ്രാവശ്യം സുമയ്യ വിളിച്ചു. അത് അവിടെ വന്ന് ഇരിക്കുക ചെയ്തു. പക്ഷെ ആ ഇരിക്കുന്ന അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടർ അടക്കമുള്ള ആളുകളാണ് ഈ വിദഗ്ധ സമിതിയിലുണ്ട് എന്നത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതായത് ഈ വിദഗ്ധ സമിതി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര 2 വർഷം കഴിഞ്ഞല്ലോ, എന്താണ് ഇവിടെ ചെയ്തത്? 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് അവർ പറഞ്ഞു 2023 ശേഷം ഒരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ചെയ്തിട്ടുള്ള അതായത് ഈ രാജീവ് കുമാർ ഡോക്ടർ തന്നെയാണ് 2023 ശേഷം 2024 ഇതാ ഈ 2025 അടക്കമുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് സുമയ്യക്ക് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചികിത്സ നടത്തിയത്. പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ 2023 ശേഷം സർജറിക്ക് ഒരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത്. ഇത് വെറും വ്യാജം. ഇനി ഓണവിശേഷങ്ങൾ കാണാം. മുത്തശ്ശിമാരുടെ പകൽ വീട്ടിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. കൊല്ലം പട്ടത്താനത്തെ പകൽ വീട്ടിലാണ് കളിച്ചിരിയും പാട്ടും നൃത്തവുമായി അവർ ഒത്തുകൂടിയത്. പലർക്കും സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയായിരുന്നു ഈ ആഘോഷങ്ങൾ. പ്രായമൊക്കെ വെറും സംഖ്യകളല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മുത്തശ്ശിമാർ പാട്ടും നൃത്തവുമായി ഒരു പകൽ മുഴുവൻ പകൽ വീട്ടിൽ ചിലവഴിച്ചത്. വിശേഷങ്ങൾ തിരക്കിയപ്പോൾ ചിലർക്ക് പക്ഷേ മുത്തശ്ശിമാർ എന്ന് വിളിച്ചതിൻ്റെ പരിഭവം പറച്ചിൽ. ഞങ്ങൾ മുത്തശ്ശിമാരല്ല വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൊച്ചുമക്കൾ 4 എണ്ണം ഉണ്ട്. അത് 12ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള മക്കളാണ്. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴും SM കോളേജിലെ കുട്ടികളുടെ കൂടെയുള്ള ആ പ്രായക്കാരാണ്. ഞങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പമാണ്. ഞങ്ങളുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമാണ്. We are all young at heart. ഡാൻസ് ക്ലാസ് ഉണ്ട്, സൂംബ ഉണ്ട്, യോഗ ഉണ്ട്, സംഗീത ക്ലാസ് ഉണ്ട്. ഞങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കും. ഒരിക്കലും പ്രായത്തിന് മുൻപിൽ ഞങ്ങൾ തോറ്റു കൊടുക്കില്ല. ഫാത്തിമ കോളേജിലെ ഹിന്ദി അധ്യാപികയായിരുന്നു ഭാഗീരഥി തമ്പുരാട്ടി. ഈ ഓണത്തിന് മഞ്ചാടി പെറുക്കി, സുന്ദരിക്ക് പൊട്ടുതൊട്ടു, പിന്നെ ഭാഗ്യപരീക്ഷണത്തിലൂടെയും നേടി സമ്മാനം. ഒന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ മഞ്ചാടി പെറുക്കി ഇടുക, ഒന്ന്. പിന്നെ സുന്ദരിക്ക് പൊട്ടു കൊടുക്കുക. പിന്നെ ലക്കി ഡിപ്പിലും ഫസ്റ്റ് കിട്ടി. സന്തോഷമല്ലേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷമാണ്, കൂട്ടായ്മയാണ് ഇവിടെ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ മനസ്സ് തുറക്കും. അതാണ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയും. അതായത് അന്നത്തെ ആ പൂവിടലും ഒക്കെ. പിന്നെ ഞങ്ങൾ തന്നെത്താണ് പൂ പറിക്കാൻ പോകുന്നതും പിന്നെ വെള്ളത്തിൽ നീന്തിയിട്ടുള്ളതും. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ലളിത സംഗീതത്തിലൂടെ ലീലാമ്മ ടീച്ചർ കൂട്ടത്തിലെ മറ്റു ഗായകരെ തോൽപ്പിച്ചു. വിളിച്ചുണർത്തും ഞാൻ എന്നെ മറന്നോ നീ പോവേ. തീർന്നില്ല. പാട്ടും തിരുവാതിരകളിയും ഒക്കെ ഓണവിഭവങ്ങളായി. മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് ഈ മുത്തശ്ശിമാരെ കൂട്ടിക്കൊണ്ടുപോയി. 17 വർഷങ്ങൾക്ക് മുൻപാണ് പകൽ വീട് ജനിക്കുന്നത്. 50 വയസ്സിനു മുകളിൽ പ്രായമുള്ള 30ഓളം മുത്തശ്ശിമാരുണ്ട് ഇപ്പോൾ ഈ കുടുംബത്തിൽ. പലരും അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമൊക്കെയായിരുന്നു. കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചകത്തിരുവോണം, കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചകത്തിരുവോണം. ജീവിതത്തിന്റെ കാലചക്രത്തിൽ മറന്നുവെച്ച ജന്മവാസനകൾ, ആഗ്രഹങ്ങൾ, അതാണ് ഈ ഓണനിറവിൽ ഇവർ ഓർത്തെടുക്കുന്നത്. നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുകയാണ് ഈ മുത്തശ്ശിക്കൂട്ടം. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ജിയോസയൻസ് ആൻഡ് റിമോട്ട് സെൻസിംഗ് സൊസൈറ്റിയുടെ സ്റ്റുഡൻസ് ചാപ്റ്റർ അമൃത വിശ്വവിദ്യാപീഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സിക്കിം സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സീനിയർ പ്രൊഫസറുമായ പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ, IEE കേരള സെക്ഷൻ ചെയറും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫസറുമായ ഡോക്ടർ BS മനോജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. IEE GRSS കേരള സെക്ഷൻ പ്രതിനിധിയും IIST പ്രൊഫസറുമായ ഡോക്ടർ ജ്ഞാനപ്പഴം, അമൃത സർവകലാശാല പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ V രമേശ്, IEE ബ്രാഞ്ച് സ്റ്റുഡന്റ് അഡ്വൈസർ ഡോക്ടർ രാജേഷ് കണ്ണൻ, മേഘലിംഗം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ, ഇറ്റലി യൂണിവേഴ്സിറ്റി ഓഫ് റോമോത്രയിലെ പ്രൊഫസർ ഡോക്ടർ സ്റ്റെഫാനോ ഗബ്രിയേല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. റിമോട്ട് സെൻസിംഗ് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അമൃത വിശ്വവിദ്യാപീഠത്തിന് IEE GRSS സ്റ്റുഡന്റ് ചാപ്റ്റർ ആരംഭിക്കുന്നതിലൂടെ പ്രവർത്തനങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ആലപ്പുഴ അമൃത ഗ്ലോബൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ 11-ന് ആരംഭിച്ച ആഘോഷ പരിപാടി മാനേജർ സജികുമാർ ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത TVയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് കോഴിക്കോടുള്ള നേഹ K സ്വാമിനാഥനാണ്. ബിടെക്കിന് പഠിക്കുന്ന നേഹ തന്റെ തുടർ പഠനത്തിനായി ഈ പണം ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. വളരെ വളരെ സന്തോഷം. ഇല്ല, ഞാൻ എന്താ പറയാ, എല്ലാ ഉത്തരങ്ങളും അയക്കാറുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു ഉപകാരമാവും. സ്റ്റാർട്ടിങ് എനിക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ ഒരു ഉപകാരമായിട്ട്. നേഹയെ പോലെ വിജയിയാകാൻ ചതയം വരെ എല്ലാ പ്രേക്ഷകർക്കും അവസരമുണ്ട്. ഓരോ മണിക്കൂറിലും സമ്മാനമുണ്ട്. ഓരോ ദിവസവും മെഗാ സമ്മാനമായി 1 ലക്ഷം വീതവും പ്രിയ പ്രേക്ഷകർക്ക് സ്വന്തമാക്കാം. സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകാം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.